സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡോറിന്റെ കാര്യം എത്തുമ്പോൾ നമ്മൾ ആകെ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആവും. നമ്മൾ എവിടെ പോയി ചെയ്യും, എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യത്തിൽ ആലോചിച്ച് വെറുതെ സമയം പോകും. അതിന് നിങ്ങൾ സ്ഥലത്തിനെ കുറിച്ച് ആലോചിക്കാതെ ഒരു തീമിനെ കുറിച്ച് ആലോചിക്കുക. അതായത് വരിക്കാശ്ശേരി പറയുന്നത് എത്ര സിനിമ ഷൂട്ട് ചെയ്താലും എല്ലാം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പിന്നെ ആ ഒരു ലൊക്കേഷനെ കുറിച്ച് ചിന്തിക്കില്ല. അതേപോലെ നമ്മളിപ്പോൾ തലശ്ശേരിയിൽ തന്നെ ഒരു ഔട്ട്ഡോർ എടുക്കുമ്പോൾ ഒന്നുകിൽ തലശ്ശേരി ബീച്ച് സൈഡ് പോവാം, അല്ലെങ്കിൽ വേറെ പാർക്ക് പോവാം, അങ്ങനെ 1-2 ഓപ്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ വേണ്ട, നമുക്ക് വേറെ ദൂരെ എവിടെയെങ്കിലും പോകുന്നിട്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് പോകും. അതല്ലാതെ നമ്മൾ തലശ്ശേരി, ഇപ്പം ഞാൻ തലശ്ശേരി ആ ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ട് എടുത്ത കുറച്ച് അല്ലെ ലൊക്കേഷനിൽ വെച്ച് പല സ്റ്റിൽസ് ഞാൻ കാണിച്ചു തരാം. വേറെ തീം നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം പിന്നെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോ പയ്യന്റെയോ പെണ്ണിന്റെയോ പ്രൊഫഷൻ, അവരുടെ പ്രൊഫഷനായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയക്ക് കിട്ടുന്നില്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊറിയൻ മൂവീസിന്റെ ഒക്കെ പോസ്റ്ററൊക്കെ ആലോചിക്കാം. അവർ നല്ല കിടിലായിട്ട് മൂവി പോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചെറിയ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നല്ല ലവ് തീമായിട്ട് നല്ല ഐഡിയാസ് വെച്ചിട്ട് അവർ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് ഉപയോഗിക്കാൻ പറ്റും. നല്ല ചെറിയൊരു സെറ്റപ്പിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ചുമര തന്നെ മതി നല്ല പടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഐഡിയ പ്രയോഗിച്ചാൽ